കണ്ണനാണെങ്കിൽ പാതിരാത്രി ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റ് ഛർദ്ദിക്കാനായിട്ടുള്ള ടെൻഡൻസി ഒക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനാണെങ്കിൽ ഒന്നും ശബ്ദിക്കാൻ പോലും പറ്റുന്നില്ല. അപ്പോഴാണ് അവിടേക്ക് ഒരു ഗ്ലാസ് മരുന്നുമായിട്ട് മഹാലക്ഷ്മി എത്തുന്നത്. അവൾ വേഗം തന്നെ അവനെ വീൽ ചെയറിലേക്ക് കയറ്റി ഹാളിലേക്ക് കൊണ്ടുവരികയാണ്. എന്നിട്ട് ഛർദ്ദിക്കാനായിട്ട് ഒരു പാത്രമൊക്കെ വെച്ചു കൊടുക്കുന്നുണ്ട്. ഈ കാഴ്ച കണ്ടുകൊണ്ട് അവിടേക്ക് കരുണയും ഉണ്ണിയും ദുർഗാദേവിയും മഞ്ജുവും എല്ലാവരും വരുന്നുണ്ട്. കണ്ണ എന്ത് പറ്റിയടാന്നൊക്കെ ചോദിച്ച് അഭിനയിക്കുന്നു. ഈ സമയം മഹി പറയുന്നുണ്ട്, കണ്ണേട്ടൻ എന്താണെന്നറിയില്ല, മരുന്ന് കഴിച്ചതിന് പിന്നെയാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് പറയുമ്പോ, എടി നിനക്കെന്താ കണ്ണനോട് വല്ല ദേഷ്യമുണ്ടോ? അവനെ കൊല്ലാൻ നോക്കരുതെന്ന് ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞതല്ലേ? അവൻ മരിച്ചിട്ട് വേണം ഈ സ്വത്തുക്കളൊക്കെ സ്വന്തമാക്കാനില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് മഹിയെ കുത്തി നോവിക്കുന്നു. ഈ സമയം കണ്ണനാണെങ്കിൽ ഒരു വാക്ക് മിണ്ടാൻ പോലും പറ്റുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ മഹാലക്ഷ്മി ആണെങ്കിൽ ആകെ സങ്കടത്തോടെ നിൽക്കുന്നുണ്ട്. പിന്നീട് ഛർദ്ദിലൊക്കെ കഴിഞ്ഞതിന് ശേഷം കണ്ണൻ പറയുന്നുണ്ട്, മഹിയുടെ നേർക്ക് തെറ്റൊന്നുമില്ല, അവൾ നല്ലതിനു വേണ്ടി ചെയ്തതല്ലേ, എന്തോ മരുന്ന് പിടിക്കാത്തതിന്റെ കുഴപ്പമാണ്. മഹി എന്നെയും കൊണ്ട് റൂമിലേക്ക് പോയെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും കണ്ണൻ അവളെ തിരിച്ചു കൊണ്ടുപോകാനായിട്ട് ആവശ്യപ്പെടുന്നു. അങ്ങനെ മഹി ആണെങ്കിൽ വളരെ വിഷമത്തോട് കൂടി തന്നെ കണ്ണനുമായിട്ട് റൂമിലേക്ക് പോകുന്നുണ്ട്. പിന്നീട് ദുർഗ കരുണയോടും മഞ്ജുവിനോടും ഉണ്ണിയോടായിട്ട് പറയുന്നുണ്ട്, ഒരു കാരണവശാലും അവനെ നേരാക്കി എടുക്കാൻ പാടില്ല, ഇങ്ങനെ ഓരോരോ കാര്യങ്ങളായിട്ട് കുത്തിപ്പൊക്കിക്കൊണ്ടേ ഇരിക്കണമെന്ന്. അങ്ങനെ രാവിലെ തന്നെ കുളിച്ച് മഹിയാണെങ്കിൽ പ്രാർത്ഥിക്കാനായിട്ട് പൂജാ റൂമിൽ ചെല്ലുകയാണ്. എന്നിട്ട് നന്നായി തന്നെ കണ്ണിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, ഒരാപത്തും വരുത്തരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പിന്നീട് ഇറങ്ങി വരുമ്പോൾ അവിടെ കരുണ നിൽക്കുകയാണ്. കരുണ മഹിയോട് പറയുന്നുണ്ട്, എടി നിനക്ക് അയാൾ എങ്ങനെയൊക്കെ കൊല്ലണല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോ, ദേ നോക്ക്, നിന്റെ അച്ഛനെ പോലെ ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയല്ല. എന്നെ വളർത്തിയത് എന്റെ അമ്മയാണ്, അല്ലാതെ രണ്ടാം അച്ഛനല്ല. വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം, അല്ലെങ്കിൽ അതുപോലെ തിരിച്ചടിക്കേണ്ടി വരുമെന്നൊക്കെ പറയും. ഇത് കേട്ട് മഹി പറയുന്നുണ്ട്, ഇത് കേട്ട് കരുണ പറയുന്നുണ്ട്, എടി നീ ഇപ്പോ ഇത്ര അഹങ്കാരത്തോടെ സംസാരിക്കാനൊക്കെ തുടങ്ങിയല്ലേ എന്ന്. അങ്ങനെ ഉണ്ണിയും കരുണയും ചേർന്ന് പലതും തീരുമാനിക്കുകയാണ്. അങ്ങനെ മഹിയാണെങ്കിൽ എവിടേക്ക് പോകാനായിട്ട് നിൽക്കുമ്പോൾ, നീ ഇപ്പൊ സാഗറിനോടൊപ്പം പോവാൻ നിൽക്കല്ലടി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കരുണ വീണ്ടും തുടങ്ങുന്നു. നിനക്ക് അയാൾ ഒരിക്കലും വീൽ ചെയറിൽ നിന്നും എഴുന്നേൽക്കരുത് എന്നൊരു ആഗ്രഹം എന്നൊക്കെ ചോദിക്കുമ്പോൾ മഹിയാണെങ്കിൽ ആകദേശത്തിൽ അവളെ നോക്കുന്നുണ്ട്. എന്ത് പറഞ്ഞിട്ടും ഒരു കാര്യവും ഇല്ലെന്ന് ഇങ്ങനെ മഹി കണക്കാക്കുന്നു. പിന്നീട് സാഗറിനോട് മേഘദണ്ഡം പറയുകയാണ്, ഇന്നത്തോട് കൂടിയിട്ട് ഈ കളി അവസാനിപ്പിക്കണം, നീ അവളുമായിട്ട് പുറത്തേക്ക് പോകുമ്പോൾ എല്ലാ കാര്യങ്ങളും തുറന്നു പറയണമെന്നൊക്കെ. ഇത് കേട്ട് സാഗറും പറയുന്നുണ്ട്, ശരി സാർ, അങ്ങനെ തന്നെ ചെയ്യാമെന്ന്. അപ്പൊ അതൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ മെഗാ എപ്പിസോഡ് പ്രൊമോ അവസാനിക്കുന്നത്.